നമസ്കാരം. 90കളിൽ ലോകത്തെയാകെ കണ്ണീരിലാഴ്ത്തിയ ബോസ്നിയൻ യുദ്ധകാലത്ത് മനുഷ്യരെ മൃഗങ്ങളെ പോലെ വെടിവെച്ചു കൊല്ലാൻ വിദേശികൾക്കായി പ്രത്യേക മനുഷ്യ സഫാരി നടന്നിരുന്നുവെന്ന ഞെട്ടിക്കുന്ന ആരോപണങ്ങളിൽ ഒടുവിൽ നിർണായക തെളിവുകൾ പുറത്ത്. ബോസ്നിയൻ തലസ്ഥാനമായ സറാജെവോയിൽ മുസ്ലിം ജനവിഭാഗങ്ങളെ വെടിവെച്ചു കൊല്ലാൻ താൻ ആഴ്ചകളോളം ചെലവിട്ടിരുന്നുവെന്നും ഇതിന്റെ പേരിൽ ഇപ്പോൾ ഭയങ്കരമായ ദുസ്വപ്നങ്ങൾ കാണുന്നുണ്ടെന്നും ഒരു പ്രതി തന്റെ മുൻ പങ്കാളിയോട് വെളിപ്പെടുത്തിയതോടെയാണ് ഈ അന്താരാഷ്ട്ര ക്രൂരതയുടെ ചുരുളഴിയുന്നത്. സംഭവവുമായി ബന്ധപ്പെട്ട് ഇറ്റലിയിലെ മിലാൻ പ്രോസിക്യൂട്ടർമാർ നടത്തിയ അന്വേഷണത്തിൽ ഒടുവിൽ നിർണായകമായ തെളിവുകൾ ഇറ്റാലിയൻ പോലീസ് പിടിച്ചെടുത്തു. കൊലപാതകവുമായി ബന്ധപ്പെട്ട് അന്വേഷണം നേരിടുന്ന 4 പേരിൽ ഒരാളുടെ വീട്ടിൽ നടത്തിയ തെരച്ചിലാണ് ഈ വില്ലൻ തെളിവുകൾ കണ്ടെത്തിയത്. അലക്സാണ്ട്രിയയിൽ താമസിക്കുന്ന 65-കാരനായ പ്രതിയുടെ വീട്ടിൽ നിന്നും അത്യാധുനിക സാങ്കേതിക ഉപകരണങ്ങളും തോക്കിൽ ഘടിപ്പിക്കുന്ന സൈലൻസറും അടങ്ങിയ ചിത്രങ്ങളാണ് പോലീസ് കണ്ടെടുത്തത്. പ്രതിയുടെ മുൻ ഭാര്യയും മുൻ പങ്കാളിയും നൽകിയ രഹസ്യമൊഴികളുടെ അടിസ്ഥാനത്തിലായിരുന്നു ഈ റെയ്ഡ് അരങ്ങേറിയത്. മിലാനിൽ നിന്നും വിമാനമാർഗമാണ് ഇയാൾ മറ്റ് സ്നൈപ്പർമാർക്കൊപ്പം വീക്കെൻഡ് യാത്രകൾ പുറപ്പെട്ടിരുന്നതെന്നും അവിടെ എത്തി മുസ്ലിങ്ങളെ വെടിവെച്ച് കൊല്ലുകയായിരുന്നു ഇവരുടെ വിനോദമെന്നും മുൻ പങ്കാളി വെളിപ്പെടുത്തി. എന്നാൽ ചോദ്യം ചെയ്യലിൽ പ്രതി പൂർണ്ണമായും മൗനം പാലിക്കുകയാണ് ചെയ്തത്. ഈ കേസിൽ ഉൾപ്പെട്ട മറ്റ് പ്രതികൾ ഒരു 80-കാരനായ മുൻ ലോറി ഡ്രൈവറും ഒരു ബിസിനസ്സുകാരനും ഉൾപ്പെടുന്നുണ്ട്. ക്രൊയേഷ്യൻ പത്രപ്രവർത്തകനായ ഡൊമാഗോജ് മർഗേറ്റിക് രചിച്ച പേ ആൻഡ് ഷൂട്ട് എന്ന പുസ്തകം ഈ ക്രൂര വിനോദത്തിന്റെ സാമ്പത്തിക ഇടപാടുകളെക്കുറിച്ചുള്ള ഭീതിജനകമായ വിവരങ്ങളാണ് പുറത്തുവിടുന്നത്. 1996-ൽ കൊല്ലപ്പെട്ട ബോസ്നിയൻ ഇന്റലിജൻസ് ഓഫീസർ നെസ്ജാദ് ഉഗ്ലേജൻ ശേഖരിച്ച രേഖകളാണ് പുസ്തകത്തിന് ആധാരം. സെർബിയൻ മിലീഷ്യകൾക്ക് ഭീമമായ തുക നൽകിയാണ് സമ്പന്നരായ വിദേശികൾ സറാജോവോയിലേക്ക് മനുഷ്യനായാട്ടിനായി എത്തിയിരുന്നത്. സാധാരണ മധ്യവയസ്കരായ സ്ത്രീകളെയും പുരുഷന്മാരെയും വെടിവെക്കാൻ 35,000-ഓളം പൗണ്ട് ഈടാക്കിയിരുന്നപ്പോൾ യുവാക്കളായ സ്ത്രീകൾക്ക് അതിലും ഉയർന്ന തുകയായിരുന്നു. ഏറ്റവും ക്രൂരമായ കാര്യം, ഗർഭിണികളായ സ്ത്രീകളെ വെടിവെച്ചു കൊല്ലാൻ ഇതും വലിയ തുകയാണ് ഈ സംഘം ഈടാക്കിയിരുന്നത് എന്നാണ്. സുന്ദരികളായ സ്ത്രീകളെ ആര് കൂടുതൽ കൊല്ലുമെന്ന കാര്യത്തിൽ വിദേശികൾ തമ്മിൽ മത്സരങ്ങൾ പോലും നടന്നിരുന്നു. ഈ സഫാരിക്ക് നേതൃത്വം നൽകിയവർ ഒരു യൂറോപ്യൻ രാജകുടുംബാംഗം പോലും ഉണ്ടായിരുന്നു എന്നാണ് പുറത്തുവരുന്ന വിവരം. 1993 മുതൽ 95 വരെയുള്ള കാലയളവിൽ നടന്ന സറാജെവോ ഉപരോധത്തിൽ 11,000-ലധികം ആളുകളാണ് കൊല്ലപ്പെട്ടത്. ചരിത്രത്തിലെ ഏറ്റവും ദൈർഘ്യമേറിയ ഈ സൈനിക ഉപരോധത്തിനിടയിലാണ് ലോകത്തിന്റെ വിവിധ കോണുകളിൽ നിന്നുള്ള പണക്കൊഴുപ്പുള്ള വിനോദസഞ്ചാരികൾ തങ്ങളുടെ ക്രൂരമായ വിനോദത്തിനായി ഇവിടെ എത്തിയത്. ബ്രിട്ടൻ, ജർമ്മനി, സ്പെയിൻ, ഇറ്റലി തുടങ്ങിയ രാജ്യങ്ങളിൽ നിന്നുള്ള സമ്പന്നരും റഷ്യ, അമേരിക്ക, കാനഡ എന്നിവിടങ്ങളിൽ നിന്നുള്ള സ്നൈപ്പർമാരും കുട്ടികളെ പോലെ ലക്ഷ്യമിട്ട് വെടിയുതിർക്കാൻ വൻ തുകകൾ എറിഞ്ഞിരുന്നു എന്ന് മുൻപിറങ്ങിയ ഒരു ഡോക്യുമെന്ററിയും വെളിപ്പെടുത്തിയിരുന്നു. 1992 മുതൽ 95 വരെ സറാജോവോയിൽ UN സന്നദ്ധ അഗ്നിശമന സേനാംഗമായി സേവനമനുഷ്ഠിച്ച US മറൈൻ ഉദ്യോഗസ്ഥൻ ജോൺ ജോർദഹാൻ 2007-ൽ ഹേഗിലെ അന്താരാഷ്ട്ര ക്രിമിനൽ കോടതിയിൽ നൽകിയ സാക്ഷ്യപത്രത്തിലും ഈ കൊടും ക്രൂരതകളെക്കുറിച്ച് പരാമർശിക്കുന്നുണ്ട്. വർഷങ്ങളായി കേട്ടുകേൾവി മാത്രമായിരുന്ന ഹ്യൂമൻ സഫാരി വിവാദത്തിൽ 2025 നവംബറിലാണ് ഇറ്റാലിയൻ അധികൃതർ ഔദ്യോഗികമായി അന്വേഷണം ആരംഭിക്കുന്നത്. ഇതോടെ ഇരകളായ ബോസ്നിയൻ ജനതയ്ക്ക് പതിറ്റാണ്ടുകൾക്ക് ശേഷം നീതി ലഭിക്കുമെന്ന പ്രതീക്ഷയിലാണ് ലോകം.